ഒറ്റ ദിവസം കൊണ്ട് ഒരു ഗ്രാമത്തിലെ 200-ലധികം ക്രൈസ്തവർക്ക് ജീവൻ നഷ്ടമായി. നൈജീരിയയിലെ ബെനു സ്റ്റേറ്റിലാണ് ഇക്കഴിഞ്ഞ ദിവസം രാത്രിയിൽ തീവ്രവാദികൾ ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്തത്. വീടുകൾക്ക് തീവച്ച അക്രമി സംഘം പലായനം ചെയ്യാൻ ശ്രമിച്ചവരെ വെട്ടിക്കൊലപ്പെടുത്തിയതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വീടുകളിൽ നിന്ന് പലായനം ചെയ്ത് താൽക്കാലിക കൂടാരങ്ങളിൽ താമസിച്ചിരുന്നവർക്ക് നേരെയാണ് അക്രമം നടന്നത്. അതേസമയം സംഘർഷങ്ങളെ തുടർന്ന് 700ഓളം പേർ അഭയം പ്രാപിച്ചിരുന്ന യെലേവാട്ടയിലെ സെൻറ്റ് ജോസഫ് ദേവാലയത്തിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ച അക്രമികളെ പോലീസ് പിന്തിരിപ്പിച്ചതായി വൈദികർ പറഞ്ഞു. അതിനുശേഷമാണ് 500-ലധികം പേർ താമസിച്ചിരുന്ന ടെൻറ്റുകളിൽ ആക്രമണം നടന്നത്. 200-ലധികം പേർ മരിച്ചതായി മഗുർദി രൂപത വൃത്തങ്ങൾ അറിയിച്ചു. ക്രൈസ്തവരെ പ്രദേശത്തു നിന്ന് ഓടിക്കാൻ സംഘടിതമായി നടന്നുവരുന്ന ആക്രമണങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണിത്. ബെനുവിലുടനീളമുള്ള ക്രൈസ്തവർക്ക് നേരെ ഫുലാനി ആക്രമണങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പലായനം ചെയ്യുന്നവരെ സഹായിക്കാനുള്ള ശ്രമങ്ങൾ സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. 95% കത്തോലിക്കരുള്ള മഗുർദി മേഖലയിൽ ദിനം പ്രതിയെന്നോണം ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. മഗുർദി രൂപതയുടെ മറ്റൊരു പ്രദേശത്ത് 3 ആഴ്ച മുമ്പ് നടന്ന ആക്രമണങ്ങളിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു. 5000-ലധികം പേർ ഇവിടെ നിന്ന് കുടിയിറക്കപ്പെട്ടിട്ടുണ്ട്. ക്രൈസ്തവരുടെ ഭൂമി പിടിച്ചെടുക്കാനും പ്രദേശത്തെ ക്രൈസ്തവ സാന്നിധ്യം വംശീയമായി ഇല്ലാതാക്കാനുമുള്ള തീവ്രവാദികളുടെ സംഘടിത ശ്രമങ്ങളുടെ ഭാഗമാണ് ഇവിടെ നടക്കുന്ന അക്രമ സംഭവങ്ങൾ.